ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. കാരണം ഇവർക്കൊരിക്കലും നിങ്ങളുമായിട്ട് പിണങ്ങിയാലും നിങ്ങളിൽ നിന്ന് അകലുവാൻ സാധിക്കുന്നില്ല. വീണ്ടും നിങ്ങളുമായുടെ അടുത്ത് വരുന്നു, നിങ്ങളുടെ ഓർമ്മകൾ വരുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളുമായിട്ട് പ്രശ്നമുണ്ടാക്കിയത്. അതായത് നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കിയതോ അല്ല എങ്കിൽ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി മനഃപൂർവ്വം ഇവർ തന്നെ എന്തെങ്കിലും കാരണമുണ്ടാക്കി വഴക്കുണ്ടാക്കി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇവർ തന്നെ വർക്കൗട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവർ തന്നെ എഫേർട്ട് എടുത്ത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കറണ്ട് ഫീലിങ്സിൽ ഇത് ഉറപ്പായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവർ ഇവരുടേതായ രീതിയിൽ എഫേർട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ബന്ധത്തിൽ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയും ഇവർക്ക് സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഫാമിലി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾ മാരേജ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഇവർ ഇപ്പോഴേ ചിന്തിച്ച് വച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ എങ്ങനെയായിരിക്കണം, നിങ്ങളെങ്ങനെ ആയിരിക്കും ഫ്യൂച്ചറിൽ ജീവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇവർ ചിന്തിച്ച് വച്ചൊക്കെയാണ്. ഇവിടെ ഡ്രീംസ് ഇവർ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഡ്രീംസ് നല്ല രീതിയിലാകുവാൻ വേണ്ടി എന്തെങ്കിലും ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് എടുക്കണമെന്നാണ്. നിങ്ങളുടെ പേഴ്സൺ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ബ്രിഡ്ജ് നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലും ആ ഒരു ബ്രിഡ്ജ് കടന്നാൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ ഇവർക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഈ ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്നതാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മാരീഡ് കപ്പിൾ ആണെങ്കിൽ യൂണിയൻ ആകുന്നതാണ്. അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് റിങ് ഇടുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നാണ് ഇവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ അന്ധകാരമാണോ ഉള്ളത് അതിലെല്ലാം മാറ്റി വെളിച്ചം കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട്, കളറായിട്ടുള്ള നിറങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അനുസരിച്ച് ആക്ഷൻ എടുക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ ഒരു മാസ്ക് ഇട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളോട് റിയാലിറ്റി ഒന്നും പറയുന്നില്ല, ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് നിങ്ങളുടെ മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണ്, പക്ഷേ സ്റ്റാൻഡ് എടുക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട്. ഇവർ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോകണമെന്ന്, എല്ലാ കാര്യങ്ങളും നേരെയാക്കി. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആ ഒരു അതർ സിറ്റുവേഷൻ എൻഡ് ആകുന്നതാണ്. കാരണം ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എൻഡിങ്ങിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇവരുടെ ആ ഒരു ആക്ഷന് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. കാരണം വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. വരാൻ പോകുന്ന സമയം ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറിക്കുന്നതാണ്. ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു തുടക്കമായിരിക്കും അത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സിറ്റുവേഷൻ ഇവർ സാക്രിഫൈസ് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു സിറ്റുവേഷൻ എൻഡാകുന്നതാണ്. ഇവിടെ ഇവരുടെ സന്തോഷം എന്താണോ അത് ചൂസ് ചെയ്തിട്ട് മറ്റേ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു സൈക്കിൾ എൻഡാകും. ആ ഒരു എൻഡാകുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വച്ചേക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അത് ഇവരുടെ ഫാമിലി ആയിരിക്കാം. ഇവർ ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാര്യങ്ങൾ. പക്ഷേ ഫാമിലി ഇവർ പറയുന്ന കേൾക്കാതെ ഇവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു അതർ സിറ്റുവേഷൻ ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഞാൻ എന്ത് സിറ്റുവേഷനാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ സ്വന്തക്കാർ ഹാപ്പിയല്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഇവർ ആക്ഷൻ എടുക്കുകയുള്ളൂ. ഇവിടെ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ റിലീസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സക്സസിൻ്റെ ആ ഒരു വൈബും കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരൊക്കെയാണോ ഒബ്സ്റ്റിക്കിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒബ്സ്റ്റിക്കിൾസ് എല്ലാം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ് പേഷ്യൻസോടെ നിങ്ങളുടെ പേഴ്സന് വേണ്ടി. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽ ഗൈഡൻസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കണമെന്നാണ്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പോൾ പറയുകയാണ് വെയിറ്റ് ചെയ്യുവാൻ, എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെയിറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതായിരിക്കും സത്യം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ആക്ഷൻ എടുക്കണം, ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഇതാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് പോസിറ്റിവിറ്റി കൂടുതലായിട്ട് കൊണ്ടുവരിക നിങ്ങളുടെ ഉള്ളിൽ. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാപ്പ് കൊടുക്കുക. ആരോടും ഒരു ദേഷ്യവും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കരുത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വേറല്ല, ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് ശിവശക്തി അത് ഒന്നാണ്, അതേപോലെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒന്നാണ്, അത് വേറല്ല. ഇവിടെ നിങ്ങൾ പരസ്പരം ഒന്നാണെന്ന് വിചാരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാനും സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ തെറ്റായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഉള്ളത് എന്ന്. അപ്പോൾ നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറുടെ കൂടെയാണോ അതോ റോങ് ആയിട്ടുള്ള പാർട്ട്ണറുടെ കൂടെയാണോ ഉള്ളത് എന്ന്. നിങ്ങളുടെ ത്രോട്ട് ചക്ര എപ്പോഴാണോ ഹീലാകുന്നത്, അതായത് നിങ്ങൾ ഒരിക്കലും കള്ളം പറയാതിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീലാവുകയുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ ബ്ലോക്കേജസ് ഉണ്ടാകുമെന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.